ബാക്ക് ടു ഓട്ടോഗ്രാഫർ മല്ലു. ഞാനിന്നുള്ളത് കോട്ടയം ജില്ലയിലെ നാട്ടകം എന്ന് പറയുന്ന സ്ഥലത്താണ്. എൻ്റെ ബാക്കിൽ ബജാജിൻ്റെ ഷോറൂം കാണാം, റോയൽ ബജാജ് കാണാം, അതുപോലെ തന്നെ ചേതക്ക് കാണാം. നമ്മളിത് രണ്ടുമല്ല ഇന്നെടുക്കുന്നത് അങ്ങേയറ്റത്തുള്ള RVT പ്രീമിയം യൂസ്ഡ് ബൈക്സിൻ്റെ ഷോറൂമാണ് നമ്മൾ ഇന്നെടുക്കുന്നത്. ഞാൻ ഈ രണ്ട് ഷോറൂം, അതായത് ബജാജും ചേതക്കും കാണിക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ റോയൽ ഗ്രൂപ്പ്, അതായത് റോയൽ ബജാജ്, ഇവരുടെ തന്നെയാണ് ഈ ഒരു RVT പ്രീമിയം യൂസ്ഡ് ബൈക്സ് എന്ന് പറയുന്ന ഈ ഒരു ഷോറൂമും. ഇവിടെയുള്ള ബൈക്കുകളും നമുക്ക് ബജാജിൻ്റെ ബൈക്കുകൾ എടുക്കുന്ന പോലെ തന്നെ വിശ്വസിച്ച് നമുക്ക് എടുക്കാം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു പുതിയ ഷോറൂമിൽ കിട്ടുന്ന അതേ ക്വാളിറ്റി ഉള്ള ഒരു സർവീസാണ് നമുക്ക് ഈ ഒരു സെക്കൻഡ്സ് ഷോറൂമിലും കിട്ടുന്നത്. യൂസ്ഡ് പ്രീമിയം ബൈക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഉള്ളത് മെയിനായിട്ട് ഉള്ളതെന്ന് പറഞ്ഞാൽ സിംഗിൾ സിലിണ്ടർ, ട്വിൻ സിലിണ്ടർ വാഹനങ്ങളാണ്. സിംഗിൾ സിലിണ്ടർ വാഹനങ്ങളാണ് കൂടുതലും. അതായത് നമ്മുടെ ഒരു ബുള്ളറ്റ്, ഹിമാലയൻ, R15, MT തുടങ്ങിയിട്ടുള്ള, എക്സ്പൾസ് തുടങ്ങിയിട്ടുള്ള വാഹനങ്ങളാണ് ഇവിടെ കൂടുതലും പോകുന്നത്. അതുപോലെ തന്നെ ഞാൻ കഴിഞ്ഞ തവണ ഇവിടെ വന്നപ്പോഴത്തേക്ക് ഇവിടെ, അതായത് ഈ വീഡിയോ എടുത്തോട്ടെന്ന് ചോദിക്കാനായിട്ട് ഞാനൊരു ഒരാഴ്ച മുമ്പാണ് ഇവിടെ വന്നത്. അപ്പോൾ ഇവിടെ നമ്മുടെ BMW G310R ഒക്കെ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ KTMൻ്റെ കുറച്ച് ബൈക്കുകളൊക്കെ ഇരിക്കുന്നുണ്ട്. അതൊക്കെ പെട്ടെന്ന് വിറ്റുപോയി. കാരണം ബജാജിൻ്റെ തൊട്ടടുത്ത് തന്നെയാണല്ലോ ഇവരുടെ യൂസ്ഡ് ബൈക്ക് ഷോറൂം ഉള്ളത്. അപ്പം വരുന്ന കസ്റ്റമേഴ്സ് സ്പ്ലിറ്റായിട്ട് എന്തായാലും പെട്ടെന്ന് വിറ്റുപോകും. അപ്പം നിങ്ങൾ കാണുന്നവരൊക്കെ വാഹനം വേണമെങ്കിൽ പെട്ടെന്ന് വിളിച്ച് ബുക്ക് ചെയ്യുക. അല്ലെ സ്റ്റോക്കും കുറവാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വരുന്ന സ്റ്റോക്കുകൾ ഇറങ്ങി പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ ഏറ്റവും വില കുറച്ചാണ് ഇവർ വാഹനം വിൽക്കുന്നത്. നമുക്ക് അകത്തോട്ട് കയറിയിട്ട് ബാക്കി കാര്യങ്ങളെല്ലാം ഒന്ന് സംസാരിക്കാം. അകത്ത് ആരെങ്കിലുമൊക്കെ ഉണ്ടോ എന്ന് നോക്കാം. ആദ്യമായിട്ട് ഏതുകൊണ്ട് നമ്മൾ നോക്കുന്നത് ഹൈനസ് 350 2021 മോഡലായിരിക്കുന്നത്. വണ്ടി നോക്കാം, പക്ക ക്വാളിറ്റി, നീറ്റ് കണ്ടീഷനാണ്. നിങ്ങളുടെ വണ്ടിയെല്ലാം പക്ക കണ്ടീഷനാണ്. എനിക്ക് പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല. ക്വാളിറ്റി കാര്യത്തിൽ നമ്മൾ ഏറ്റവും ബെസ്റ്റാണ്. ലോ റേഞ്ചിൽ ക്വാളിറ്റി വണ്ടികൾ കൊടുക്കുന്നതന്നെ നമ്മുടെ ഷോറൂമിന് മെയിൻ ലക്ഷ്യം. ഇവരുടെ മറ്റേ ഷോറൂമിൽ ഞാനൊരു വീഡിയോ ചെയ്തായിരുന്നു. അവിടെ ഉണ്ടായിരുന്ന ആ സ്റ്റോക്ക് മൊത്തത്തിൽ കംപ്ലീറ്റ് എത്ര ആഴ്ച കൊണ്ട് പറ്റുമോ? ഒരു 3-4 ആഴ്ചക്കുള്ളിൽ ഫുൾ കംപ്ലീറ്റ് ആണ്. ഈ ഫുള്ളെന്ന് 3-4 ആഴ്ച എന്ന് പറയുമ്പോൾ ഇതുപോലെ 10-12 വണ്ടി അല്ല, ഒരു 100-ന് മേളിൽ വണ്ടി ഉണ്ടായിരുന്നു കേട്ടോ. 100-200-250 സ്റ്റോക്ക് വണ്ടി ഉണ്ടായിരുന്നു. ഓക്കെ. അപ്പോൾ ഇതിന്റെ വില എത്ര? നമുക്ക് 1.85 കൊടുക്കാം. ഫിനാൻസ് കിട്ടില്ലേ? ഫിനാൻസ് ഓപ്പൺ എത്ര ശതമാനം വരെ കിട്ടും? 85% വരെ കിട്ടും. നമുക്കൊരു 35 to 45 അതായത് കസ്റ്റമേഴ്സിന്റെ ട്രാക്കും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് 35 തൊട്ട് 45 ഇടയിൽ ഡൗൺ പേയ്മെന്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇറക്കിയുണ്ടോ? അടുത്ത വണ്ടിയിലൊക്കെ നമുക്കിത് ബുള്ളറ്റ് ആയിരിക്കുന്നത്, ഡെസേർട്ട് സ്റ്റോം ആയിരിക്കുന്നത്. സിഗ്നൽസ് അല്ലേ? സിഗ്നൽസ് 350. അതായത് ഫാൻസി നമ്പർ 31-30 ഉണ്ട്. പിന്നെ ബാക്കിൽ ഒരു കാരിയർ എക്സ്ട്രാ കയറ്റിയിട്ടുണ്ട്. 2018 ഡുവൽ ചാനൽ ABS വരുന്ന മോഡൽ. അത് സിംഗിൾ ഓണർഷിപ്പ് ഉണ്ട്. ടച്ച് ആൻഡ് പോളിഷ് കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. ഇവിടെ ചെറിയൊരു കുഞ്ഞു സ്ക്രാച്ച് ഉണ്ട്. അത് ബുള്ളറ്റിനുണ്ടാവുന്ന അതിന്റെ ചെറിയ സ്ക്രാച്ചും കാര്യങ്ങളൊക്കെ വരുന്നത്. ഇത് നമുക്ക് ഫിനാൻസും കാര്യങ്ങളെല്ലാം കിട്ടും. എത്ര ചോദിക്കുന്നതിന്? ഇത് നമുക്കിപ്പോൾ വരുന്ന 1.10 നമ്മുടെ റേറ്റ് വരുന്നത്. 2018 അല്ലേ? എത്ര കിലോമീറ്റർ ഓടിയത്? കിലോമീറ്റർ ഏകദേശം 42 റേഞ്ച്. അത് എത്ര? 15 താഴെ ഉള്ളൂ. അത് 13.5 സംതിങ് ആണേ ഉള്ളൂ. 13.5 സംതിങ്. ഇതിന് എത്ര രൂപ വരെ ലോൺ? ഇത് നമുക്ക് ഏകദേശം ഒരു 30 രൂപ അടച്ചാൽ 30-25 രൂപ റേഞ്ച് ഒക്കെ അടച്ചാൽ ക്ലാസിക് അല്ലേ? ക്ലാസിക് ആകുമ്പോൾ ഫണ്ടിങ് കൂടുതൽ കിട്ടും. അടുത്ത വണ്ടി എക്സ്പൾസ് 2021 മോഡൽ 21 അല്ലേ? ഇത് നമുക്കൊരു 1.8 റേഞ്ച് കൊടുക്കാം. 1,80,000 റേഞ്ച് കൊടുക്കാം. 2V വരുന്നത്. ഇത് 2V, ഇത് 4V അല്ലേ? അത് 2 2V. ഇത് 2020 മോഡൽ, ഇത് 2021 മോഡലാണ്. അത്യാവശ്യം കസ്റ്റമർ ചോദിച്ചു വരുന്ന വണ്ടിയാണ്. ടയർ അത്യാവശ്യം ഏകദേശം ഒരു 60%-70% ടയർ ഉണ്ട്. ഇത് ABS വരുന്ന മോഡലാണ്. ഇത് രണ്ട് ABS വരുന്ന മോഡൽ തന്നെ ഇരിക്കുന്നത്. ഓക്കെ. അത്യാവശ്യം കസ്റ്റമർ ചോദിച്ചു വരുന്ന വണ്ടിയാണ്. അപ്പോൾ രണ്ടിന്റെ കൂടെ പ്രൈസ് ഒറ്റ അടിക്കാൻ പറഞ്ഞാലോ? ഇത് നമുക്ക് 98 രൂപയ്ക്ക് കഴിക്കാം. 98 രൂപ. 2020 മോഡൽ വണ്ടി. 2021 മോഡൽ വണ്ടി 1.5 കൊടുക്കാം. അപ്പം എത്ര ഓഫർ പ്രൈസ് അടക്കം നമ്മുടെ ഡൗൺ പേയ്മെന്റ് എത്ര? ഡൗൺ പേയ്മെന്റ് ഏകദേശം ഇതിനൊക്കെ 20-25 രൂപ അടച്ചാൽ 20-25 അടച്ചാൽ മതി. അങ്ങേറ്റം പോയ 30 രൂപ അല്ലേ? അങ്ങേറ്റം പോയ 30 രൂപ. നല്ല കസ്റ്റമേഴ്സ് ആണെങ്കിൽ 0 ഡൗൺ പേയ്മെന്റിലൊക്കെ വേണമെങ്കിൽ ഇറക്കാം. ട്രാക്കും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് നല്ല സിമിലുള്ള കസ്റ്റമേഴ്സ് ആണ് നമുക്ക് അറേഞ്ച് ചെയ്ത് കൊടുക്കാം. ഓക്കെ. അപ്പോൾ അടുത്ത വണ്ടിയിലോട്ടോ? അടുത്ത വണ്ടി എല്ലാവരും ചോദിച്ചു നടക്കുന്ന ഇഷ്ടംപോലെ വരുന്നുണ്ട്, അതുപോലെ പോകുന്നു. അത്യാവശ്യം ഓവർ സൈഡ് ഉള്ള വണ്ടിയാണ്. MD50 ആയിരിക്കുന്നത്. 2021 മോഡൽ. ക്ലീൻ വണ്ടി. എത്ര കിലോമീറ്റർ ഓടിയതാ? ഇത് 25 കിലോമീറ്റർ. സ്ക്രാച്ച് കാര്യങ്ങളൊക്കെ ഞാൻ എടുത്ത് പറയാത്ത എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ വണ്ടികളൊന്നും അധികം സ്ക്രാച്ചോ കാര്യങ്ങളോ അല്ലെങ്കിൽ പെയിന്റ് പോക്കോ ഒന്നും കാണത്തില്ല. പിന്നെ ആകെ പറയാൻ കണ്ടതാ ബുള്ളറ്റേലാ. ഇത് 2021 മോഡൽ. ഇത് നമ്മുടെ പ്രൈസ് വരുന്നത് 1.45. ഇതിന് അത്യാവശ്യം ഫണ്ടിങ് റീസണബിൾ ആയിട്ടുള്ള പ്രൈസ് ആണ്. 40 രൂപ ഡൗൺ പേയ്മെന്റ്. 40 രൂപ ഡൗൺ അടച്ചാൽ ഓക്കെ. ഒരു 35 ഒക്കെ ഉള്ളെങ്കിൽ നമുക്ക് ബാക്കി നോക്കിയിട്ട് ചെയ്ത് കൊടുക്കാം. 50 അടക്കണമെങ്കിൽ 50 അടച്ചാൽ കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഫണ്ട് മാക്സിമം അടയ്ക്കുന്നതോടെ EMI കുറയും. ഏകദേശം മാസം എത്ര രൂപ വെച്ചിട്ട് EMI പോകും? ഒരു 3 രൂപ 3.5 രൂപ റേഞ്ച്. 3.5 രൂപ റേഞ്ചിൽ പോകും. ഈ നിൽക്കുന്ന വണ്ടികളുടെ എല്ലാം ഒന്ന് പറഞ്ഞു പോയി. ഇതിനൊക്കെ ഏകദേശം ഒരു 3 രൂപ താഴെ വരും. എക്സ്പ്രസിനാണ് 3 രൂപ താഴെ. 3 രൂപ താഴെ വരത്തുള്ളൂ. ഓക്കെ. എത്ര വർഷത്തേക്കാ? 3 വർഷം. 36 മാസം. അതിനാണേലും ഒരു 2,800 ആ റേഞ്ച്. 2,800 രൂപ റേഞ്ചിൽ ബുള്ളറ്റ് കിട്ടും. അതാണെങ്കിൽ ഒരു 3,800 4 രൂപ താഴെ. 4 രൂപ താഴെ. ഓക്കെ. ഹൈനസ് നല്ല തിളങ്ങി നിൽക്കും. 4 രൂപ ഉണ്ടെങ്കിൽ പെട്ടെന്ന് വന്നിട്ട് ഹൈനസൊക്കെ പെട്ടെന്ന് നോക്കി പെട്ടെന്ന് സോൾഡ് ഔട്ട് ആവുന്ന വണ്ടികളായിരിക്കും. അതെ. അടുത്ത ഡോമിനാർ 2023 മോഡൽ ഡോമ.
2023 250 സിംഗിൾ ഓണർഷിപ്പ് വണ്ടി, സിംഗിൾ സ്ക്രാച്ച് പോലും. 2023 എന്ന് പറയുമ്പോൾ അതായത് ഈ വർഷം ഇത് ഫിനാൻസ് സി പിടിച്ച് പോരുന്ന വണ്ടികൾ. ഓക്കെ, എത്ര അപ്പോൾ കിലോമീറ്റർ കുറവായിരിക്കുമല്ലോ? കിലോമീറ്റർ ഏകദേശം ഓടിയേക്കുന്നത് 10 താഴെ ആയിരിക്കും മിക്കവാറും. 10 താഴെ 8700 കിലോമീറ്റർ. 8700 ആയിട്ടുള്ളൂ. ഇത് 2023 മോഡൽ വണ്ടിയാണ്. ഇത് നമുക്ക് 180 കൊടുക്കാം. പുത്തൻ വണ്ടി ഒരു 240 അടുപ്പിച്ചില്ലേ വില? അപ്പോൾ പുത്തൻ ഡോമിനാർ 250 എടുക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ 8000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. 2023 മോഡലാണ്. വരിക, എടുത്തുകൊണ്ട് പോവുക. ക്ലീൻ വണ്ടി കേട്ടോ. അല്ല, ഏത് കസ്റ്റമർ നോക്കുന്നുണ്ടെങ്കിൽ നല്ല തൊപ്പിയൊക്കെ വെച്ചിരിപ്പുണ്ട്. അപ്പോൾ അടുത്ത ബുള്ളറ്റ് 500 ആയിരിക്കും. ഇതിൻ്റെ ഡൗൺ പേയ്മെൻറ്റ് വരും എന്ന് പറഞ്ഞു. അതിന് ഡൗൺ പേയ്മെൻറ്റ് ഏകദേശം ഒരു 60 രൂപ. 60 രൂപ റേഞ്ച് ഡൗൺ പേയ്മെൻറ്റ് വരും. 2023 ആയതുകൊണ്ടാണ് ഇച്ചിരി. 2023 അത്ര ഡി ഡി എമൗണ്ട് കൂടുതൽ വരുന്നുണ്ട്. ഏകദേശം ഒരു 60 രൂപ റേഞ്ച് ഡൗൺ പേയ്മെൻറ്റ് അടയ്ക്കേണ്ടി വരും. അപ്പം എത്ര EMI വരും ഏകദേശം? EMI ഏകദേശം ഒരു 5 രൂപ അടുത്ത്. ഒരു 5 രൂപ, ഒരു 4500 to 5000 രൂപ EMI. 400-5 രൂപ ഇടയ്ക്ക് വരത്തുള്ളൂ. ഓക്കെ. അടുത്ത ബുള്ളറ്റ് 500 അല്ലേ? 500 ആയിരിക്കുന്നത്. നല്ല കളർ, ക്ലീൻ വണ്ടി കേട്ടോ. നല്ല അത്യാവശ്യം മാറ്റ് ബ്ലൂ കളർ ആയിരിക്കുന്നത്. ഓക്കെ. ടയറും കാര്യങ്ങളെല്ലാം ഓക്കെ. സീറ്റ് മാറ്റിയിട്ടുണ്ടല്ലേ? സീറ്റ് നമുക്ക് മറ്റേ സ്റ്റാൻഡേർഡിൻ്റെ ടൈപ്പ് ആക്കിയിട്ടുണ്ട്. സിംഗിൾ സീറ്റ് വരുന്ന രീതിയിൽ. പഴയ ബുള്ളറ്റിൻ്റെ സീറ്റ് ആട്ടോ. അതെ, പഴയ മോഡൽ തന്നെ ആക്കിയേക്കുന്നത്. ഇതും ഏകദേശം എത്ര വർഷം? 2016 ബുള്ളറ്റ് 500 ആണ്. ഓക്കെ. അപ്പം എത്ര അടയ്ക്കേണ്ടി വരും? ഇത് ഏകദേശം ഒരു 75 രൂപ പ്രൈസ് ഉള്ളൂ. 25 രൂപ അടച്ചാൽ മതി. 25 രൂപ അടച്ചു കഴിഞ്ഞാൽ 500 ബുള്ളറ്റ് എടുത്തുണ്ടോ? മൈലേജ് ഒരു 10-25 കിട്ടുമായിരിക്കും അല്ലേ? 500 അല്ലേ? കുറച്ചൊരു മൈലേജ് കംപ്ലൈൻറ്റ് കാര്യങ്ങളൊന്നും ഒന്നുമില്ല. ന്യൂട്രൽ ആണല്ലോ? അതെ, ന്യൂട്രൽ. അധികം ഞാൻ പൊട്ടിക്കാത്ത എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഫുള്ള് വിഷയമാണ്, ഗ്ലാസും കാര്യങ്ങളൊക്കെ അല്ലേ? ഓക്കെ, അതൊക്കെ മതി. അപ്പം അടുത്ത ഇൻ്റർസെപ്റ്റർ ഇരിപ്പുണ്ട്. ഇതേതാ മോഡൽ? ഇൻ്റർസെപ്റ്റർ 2021. നല്ല തിളങ്ങിയിരിക്കുന്ന ക്ലീൻ വണ്ടിയാണോ? ഏറ്റവും ടോപ്പൻ്റ് ആണേ. ഏറ്റവും ടോപ്പൻ്റ് നീറ്റ് ആൻഡ് ക്ലീൻ വണ്ടി. 2021 അല്ലേ? 2021 മോഡൽ വണ്ടി. അപ്പം ഇത് എത്ര? ഇന്റർസെപ്റ്റർ 650 2021. അതല്ല, വില എത്ര? 260 കൊടുക്കാം. 260. അത്യാവശ്യം നല്ല റീസണബിൾ ആയിട്ടുള്ള ഒരു പ്രൈസ് ആണ്. ഇന്റർസെപ്റ്റർ 2021. കിലോമീറ്റർ കൂടെ നോക്കിയിട്ട് പറയാം റീസണബിൾ ആണോ. എത്ര തകോളം ചെയ്യും? ലോ കിലോമീറ്റർ 14,000 കിലോമീറ്റർ. 14,000 കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ. 260 കൊടുക്കാം. 260 14,000 കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ള ഒരു ഇന്റർസെപ്റ്റർ, അതും ടോപ്പ് എൻഡ് വേരിയൻ്റ് ആണ് കിട്ടുന്നത്. കസ്റ്റമേഴ്സ് കയറി വന്നിട്ടുണ്ട്. അപ്പം നമുക്ക് തൽക്കാലം വീഡിയോ നിർത്തിയിട്ട് അവരുടെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് വീഡിയോ. അപ്പം നമ്മൾ വെളിയിലോട്ട് വന്നിരിക്കുകയാണ്. നമ്മുടെ അകത്ത് കണ്ട 500cc ബുള്ളറ്റ് ഇപ്പോൾ കസ്റ്റമർ എടുത്തുകൊണ്ട് പോയിട്ടുണ്ട്. പോയില്ലെങ്കിൽ നിങ്ങൾക്ക് കിട്ടും, പോയാൽ അത് പോകും കേട്ടോ. നമുക്ക് പുറത്ത് കുറച്ച് വണ്ടി ഞാൻ പറഞ്ഞില്ല, പുറത്ത് കുറച്ച് വണ്ടി ഇറക്കി വെച്ചിട്ടുണ്ട്. ഇത് 2023 മോഡലാണ്. ഇതന്നെ പറ്റി പ്രീമിയത്തിൻ്റെ അതോട്ട് പറ്റി P150. നമുക്ക് ചെറിയ റേഞ്ച് കസ്റ്റമേഴ്സ് ഒക്കെ വരുമല്ലോ. വലിയൊരു എമൗണ്ടും കാര്യങ്ങളും നോക്കാത്ത കസ്റ്റമേഴ്സ് വരുമ്പോഴത്തേക്ക് അവർക്കൊക്കെ ചെറിയ നമുക്ക് 220 ഉണ്ട്. ചെറിയ റേഞ്ച് വണ്ടികൾക്ക് അങ്ങനെ കസ്റ്റമർ കൊടുക്കാൻ വേണ്ടി കുറച്ച് ചെറിയ വണ്ടി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് P150 ആയിരിക്കും. 2023 ബജാജ് പൾസർ P150. 4000 കിലോമീറ്റർ. അതായത് നമ്മുടെ പുതിയ പൾസർ 150 ഉള്ള സാധനം. ആ സെയിം സാധനം. പിന്നെ സ്പ്ലിറ്റ് സീറ്റും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. 4000 കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ. 4000 കിലോമീറ്റർ ഓടും. നമുക്കിതിന് ഡുവൽ ചാനൽ ABS കാര്യങ്ങളെല്ലാം വരുന്നത്. നമുക്ക് ഒരു 130 വരെ ഇറക്കി കൊടുക്കാം. 130. അപ്പോൾ എത്ര രൂപ അടക്കേണ്ടി വരും ഏകദേശം? കസ്റ്റമർ ഏകദേശം ഒരു 30 രൂപ അടച്ചാൽ 1 രൂപ ലോൺ കൊടുക്കാം. 30-35 രൂപ അടച്ചാൽ 30-35 രൂപ അടച്ചാൽ ബാക്കി 1 രൂപ റേഞ്ച് ലോൺ കൊടുക്കാം. നമ്മൾ ഇറങ്ങിപ്പോയി 500 ഓടി വരുന്നത് കസ്റ്റമർ ഓടിച്ചിട്ട് വരുന്നുണ്ട്. ടെസ്റ്റ് ടൈമിന് പോയിട്ടുണ്ട്. അത് മതി. അപ്പം അതാണ് ഇതിന്റെ കാര്യം. അടുത്ത RS എല്ലാം ചോദിച്ചിറക്കുന്ന ഒരു സാധനമാണ്. വണ്ടി വരിക പോവുക. ആ സാധനം നമ്മൾ അന്ന് ചെയ്തപ്പോൾ 2-3 RS ഇല്ല. അതെല്ലാം അപ്പൊ തന്നെ സ്റ്റോക്ക് ഔട്ടാണ്. അത്യാവശ്യം നല്ല റീസെയിലുള്ള വണ്ടിയായത് RS. നമുക്കിത് 2019 മോഡലായിരിക്കും. ഒരു സിംഗിൾ സ്ക്രാച്ച് പോലും ഇല്ല. 2019 ABS പൊടി അടിച്ചതിന്റെ പൊടി ഉണ്ടല്ലേ, തറയോട് കിടക്കുന്നുണ്ട്. അതിന്റെ ജസ്റ്റ് കാലടിക്കാൻ കയറി വരുന്ന പൊടി മാത്രമല്ല. ABS മോഡലാണ് വരുന്നത്. 2019 നമുക്ക് 1.5 വരെ കൊടുക്കാം. ഓക്കെ. ടയറൊക്കെ ഒന്ന് കാണിച്ചു വിട്ടേരെ. ടയറും കാര്യങ്ങളും കാണിച്ചു. അത്യാവശ്യം നല്ല പക്ക ക്വാളിറ്റി വണ്ടിയാണ്. ടയർ ഉണ്ട് കേട്ടോ. ഈ ചെളി പിടിച്ചിരിക്കുന്നതുകൊണ്ടാണ് ഇച്ചിരി കുറവാന്ന് തോന്നുന്നത്. അത്യാവശ്യം എബോ ആവറേജ് ടയർ ഉണ്ട്. ഓക്കെ. പിന്നെ ഇത് നമുക്ക് ഇപ്പോൾ ഡെലിവറി പോകാനുള്ള ഒരു വണ്ടിയാണ്. അല്ല, നമ്മൾ ഇതിന്റെ ബാക്കി പറഞ്ഞില്ല പൈസ. അതിന്റെ പറയണോ? ഇത് നമുക്ക് 1.5 ഇറക്കി കൊടുക്കാം. 1.5 1,05,000 രൂപ ഇറക്കി കൊടുക്കാം. 2018 മോഡൽ ABS വരുന്ന മോഡൽ, സിംഗിൾ ഓണർ, ഫുൾ കണ്ടീഷൻ, ഫുൾ ക്വാളിറ്റി. എത്ര കിലോമീറ്റർ ഓടിയതാ? ഇത് കിലോമീറ്റർ ഏകദേശം 35 കിലോമീറ്റർ. 30,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ കേട്ടോ. 30,000 ക്വാളിറ്റി, പക്ക ക്വാളിറ്റി വണ്ടിയാണ്. സ്റ്റിക്കറും കാര്യങ്ങളും ഒരു നീറ്റ് കസ്റ്റമർ ഉപയോഗിച്ചിട്ടുള്ള വണ്ടി തന്നെയാണ്. നമുക്കിത് ഫിനാൻസ് ചെയ്യാനാണെങ്കിൽ പോലും 25 രൂപ 20 രൂപ അത്ര ഫണ്ടിങ് കിട്ടും. 20 രൂപ 25 രൂപ റേഞ്ചിൽ ഡൗൺ പേയ്മെന്റ് അടച്ചാൽ മതി. RSന് അത്യാവശ്യം ഫണ്ടിങ് ഉള്ള വണ്ടി. അത്യാവശ്യം ഫണ്ടിങ് ഉള്ളതാണ്. RS, ഡോമിനാർ, NS അതൊക്കെ അത്യാവശ്യം. NS ഡോമിനാർ അതിനൊക്കെ അത്യാവശ്യം റീസെയിലും അത്യാവശ്യം ഫണ്ടിങ് കൂടുതൽ കിട്ടുന്ന വണ്ടികളും. അതുകൊണ്ട് കസ്റ്റമർ അധികം ഡൗൺ പേയ്മെന്റ് കാര്യങ്ങളും അടക്കേണ്ട വരത്തില്ല. അതെ. അപ്പോൾ അടുത്തത് ഇത് R15 V1. അധികം കാണാത്ത വണ്ടിയല്ലേ? റയർ പീസ് വരുന്ന മോഡൽ. ഇതിപ്പോൾ നമുക്ക് ഡീറ്റെയിൽസ് കാണിച്ചില്ലെങ്കിലും കുഴപ്പമില്ല. ഡെലിവറി കസ്റ്റമർ
പേപ്പർ വാങ്ങാൻ കാര്യങ്ങളെല്ലാം എത്രയൊക്കെ ഇത് പോയത്? ഇത് നമുക്ക് 90 രൂപയ്ക്ക് കൊടുത്തത്. 90 രൂപയ്ക്ക്. അപ്പം കിലോമീറ്റർ കുറവാണോ? കിലോമീറ്റർ ഇത് ആ കൂടെ ഓടിയേക്കുന്നത് 42 കിലോമീറ്റർ. 42,000 ഓടിയിട്ടുള്ളൂ. V1 ആണ്. 2019 മോഡൽ. അതുകൊണ്ടാണ് ഇത്രയും പൈസ കയറി വന്നത്. 90 രൂപ കയറി വന്നതിൻ്റെ കാരണം അതാണ്. കസ്റ്റമർ കാത്തിരിപ്പുണ്ട്. ഇത് പോവാണ്. ഇത് അധികം കാണിക്കുന്നില്ല. 2022 മോഡൽ എക്സ്പൾസർ 4 കിലോമീറ്റർ ഏകദേശം ഓടിയേക്കുന്നത് 16,000 കിലോമീറ്റർ. 16,900 കിലോമീറ്റർ. 16,900 വണ്ടി 4V. അത്യാവശ്യം എല്ലാവരും ചോദിച്ചിറങ്ങുന്ന വണ്ടിയാണ്. കാരണം അകത്തിരിക്കുന്നത് 2V ആയിരിക്കും. ഇവിടെ ഒരു 2V അല്ല, ഇവിടെ ഒരു 4V ഇരിപ്പുണ്ട്. 4V എല്ലാവരും കസ്റ്റമർ കൂടുതൽ ചോദിക്കുന്നത്. ഇത് നമുക്ക് 1 രൂപ 1,20,000 ഭയങ്കര നൈസ് പ്രൈസ് ആണല്ലോ. ഓഫർ പ്രൈസ് കിടക്കുന്നത്. കാരണം 4V അത്യാവശ്യം നല്ല ടോപ്പ് മാർക്കറ്റിൽ നിൽക്കുന്ന ഒരു വണ്ടിയാണ്. എന്നാലും നമുക്ക് 1 രൂപ വരെ നമുക്ക് ചെയ്തു. 16,000 കിലോമീറ്റർ. 16,000 കിലോമീറ്റർ ഓടിക്കും. ഞാനിത് പേഴ്സണലായിട്ട് നോക്കിയായിരുന്നു. പക്ഷേ എനിക്ക് ബഡ്ജറ്റ് കുറവായതുകൊണ്ടും എൻ്റെ പിള്ളേർ മേച്ചുകൊണ്ട് നടക്കേണ്ടതുകൊണ്ട് നമുക്ക് ഡൗൺ പേയ്മെന്റ് ഏകദേശം ഒരു 30 രൂപ റേഞ്ചിൽ ഇറക്കി കൊടുക്കാം. 30,000 രൂപ ഉണ്ടെങ്കിൽ 4V ആണ് അത്യാവശ്യം അടവ് എത്ര വരും? അടവ് ഏകദേശം 3,600 റേഞ്ച് കൂട്ടിക്കോ. 3,600 രൂപ റേഞ്ച് കൂട്ടിക്കോ. ആ റേഞ്ചിൽ EMI നിൽക്കുള്ളൂ. ആ കാണിച്ച 2 വണ്ടികൾക്കോ RS ഒക്കെ ആണ് ഒരു 2,900 3 റേഞ്ച് അടുത്ത്. 3 രൂപ റേഞ്ച്. ഇതാണ് ഒരു 3,500. ഓക്കെ, ഒരു 3,500 രൂപ. 3,500 രൂപ റേഞ്ച് ഒക്കെ ഇതിന് വരും. 2023 അല്ലേ? 2023. ഓ, അതുകൊണ്ടാണ് എത്ര റേഞ്ച് വരുന്നത്. RSനൊക്കെ ആണ് ഒരു 2,900 2,600 ഒരു 3 താഴെ റേഞ്ചിൽ നിൽക്കത്തുള്ളൂ EMI. ഓക്കെ. അപ്പോൾ അടുത്തത് 220. ഞാൻ പറഞ്ഞില്ല, ചെറിയ സെഗ്മെന്റ് ഉള്ള കസ്റ്റമർ ഏതെങ്കിലും വരുവാണ് നമുക്ക് കൊടുക്കാൻ വേണ്ടി നമ്മൾ 220 എടുത്ത് വെച്ചിട്ടുണ്ട്. 2019 ബാക്കി കാണുമല്ലോ. അവിടെ എൻ്റെ ബാക്കി ഇരിപ്പുണ്ട്. കാരണം ചെറിയ കസ്റ്റമർ ഏതെങ്കിലും വരുവാണല്ലോ അവർക്ക് കൊടുക്കാൻ വേണ്ടി നമ്മൾ 220 അങ്ങനെയുള്ള ചെറിയ വണ്ടികൾ നമ്മൾ കയറ്റി വെക്കുക കൂടെ. ഞാൻ ഓടിച്ചിട്ടുള്ളതാണ്. അത്യാവശ്യം നല്ല നീറ്റ് കോട്ടയം വണ്ടിയാണ്. കോട്ടയം രജിസ്ട്രേഷൻ. അധികം സ്ക്രാച്ചും കാര്യങ്ങളൊന്നും ഇല്ലാത്ത വണ്ടിയാണ്. ബ്ലാക്ക് വണ്ടി. അത്യാവശ്യം കസ്റ്റമറിൽ ചോദിക്കുന്ന കളർ ബ്ലാക്ക് 220. ഏതാ മോഡൽ? 2018. അത്യാവശ്യം കസ്റ്റമർ ചോദിക്കുന്ന കളർ നിർത്തിയിട്ട് എടുക്കുന്ന ആ ഒരു ടൈം അല്ലേ? അതെ. അതായത് വണ്ടി ഒന്ന് ഡ്രോപ്പ് ആയി പോയായിരുന്നു. കസ്റ്റമർ ആ സമയത്ത് അവഞ്ചർ ആയിരുന്നു ഇറങ്ങിക്കൊണ്ടിരുന്നത്. അത് കഴിഞ്ഞാൽ അവർ പിന്നെയും കസ്റ്റമർ പിന്നെ എൻക്വയറി കൂടുതൽ ചോദിക്കുന്നുണ്ട്. പിന്നെ രണ്ടാമത് വണ്ടി പ്രൊഡക്ഷൻ ചെയ്തിട്ടുണ്ട്. ഇത് 2018 നമുക്ക് ഒരു 60 രൂപയ്ക്ക് കൊടുക്കും. 60 രൂപയ്ക്ക് 2018 നല്ല ഡീലാണ്. അപ്പം എത്ര രൂപ വരെ അടയ്ക്കേണ്ടി വരും? ഇതൊക്കെ ഒരു 15 രൂപ. മിക്കവാറും എല്ലാവരും റെഡി ക്യാഷ് എടുത്തോളൂ. 15 രൂപ ഡൗൺ പേയ്മെന്റ് അടച്ചിറക്കി കൊടുക്കാം. 15,000 ഡൗൺ പേയ്മെന്റ് ഇറക്കി കൊടുക്കാം. EMI ഏകദേശം ഒരു 2,200 2,300 റേഞ്ചിൽ EMI വരുള്ളൂ. 2,300 രൂപ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് 3 കൊല്ലത്തേക്ക് അടച്ചു കഴിഞ്ഞാൽ 220 എടുത്തോണ്ട് 15 രൂപ അടച്ചാൽ ഡൗൺ പേയ്മെന്റ്. അതെ. ഇപ്പോൾ എല്ലാവരും തപ്പി നടക്കുന്ന വണ്ടിയാണ്. കുറച്ച് കഴിയുമ്പോൾ ഇതിന്റെ റീസെയിൽ വാല്യൂ കൂടുകയും ചെയ്യും. കയറും. റീസെയിൽ കൂടി നിൽക്കുന്ന സമയം കൊണ്ടാകുമ്പോൾ പിന്നെ 2,300 വണ്ടി ഇറക്കിയത്. അതെ. ഇത് NS മോഡൽ ആയിരിക്കും. 2000 മോഡല 2021. 2023 മോഡലായിരിക്കുന്നത്. ബാക്കിൽ ഒരു കാരിയർ ഒക്കെ എക്സ്ട്രാ നമ്മൾ ഡിസ്കവറിന് വരുന്ന ഹാൻഡിലൊക്കെ കയറ്റിയേക്കുന്നത്. പിന്നെ ഡോമിനറിന്റെ വൈസർ അങ്ങനെയുള്ള ചെറിയ പരിപാടി കയറ്റിയിട്ടുണ്ട്. വണ്ടി കൊള്ളാം കേട്ടോ പരിപാടി. ഡോമിനറിന്റെ വൈസർ കയറ്റിയപ്പോൾ തന്നെ വണ്ടിയുടെ ലുക്ക് തന്നെ ഒന്ന് മാറിയിട്ടുണ്ട്. വേറെ ലെവലായിട്ടുണ്ട്. അപ്പം എത്ര രൂപ ചോദിക്കുന്നതിന്? ഇത് നമുക്കൊരു 1,20,000 കൊടുക്കാം. 1,20,000. 2021 മോഡൽ 22 രജിസ്ട്രേഷൻ ഉണ്ട് വണ്ടി. രജിസ്ട്രേഷൻ 2022 2022 വണ്ടി എന്ന് വേണം പറയാം. ഇത് ഏകദേശം ഒരു 20-25 രൂപ. കിലോമീറ്റർ എത്ര ഓടിയതാ? ഇത് കിലോമീറ്റർ ഏകദേശം ഓടിയേക്കുന്നത് വരട്ടെ 22,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. 22,000 കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ. അപ്പോൾ എത്ര രൂപ ചോദിക്കുന്നത്? ഇത് നമുക്ക് ഞാൻ പറഞ്ഞില്ല 1,20,000 കൊടുക്കാം. 1,20,000 അടയ്ക്കേണ്ട എത്ര? ഡൗൺ പേയ്മെന്റ് ഒരു 20 രൂപ അടച്ചിറങ്ങി. NS ഒക്കെ അത്യാവശ്യം ഞാൻ പറഞ്ഞു RS പോലെ തന്നെ ഫണ്ടിങ് കൂടുതൽ കിട്ടുന്ന വണ്ടിയാണ്. 20 രൂപ ഡൗൺ പേയ്മെന്റിലൊക്കെ വണ്ടി ഇറങ്ങി 20,000 രൂപയ്ക്ക് ഇറങ്ങിപ്പോകും. RS NS തുടങ്ങിയിട്ടുള്ളതാണ്. RS ഒരു 3 രൂപ താഴെ EMI വരുള്ളൂ. 3 രൂപ താഴെ വരും. പിന്നെ നിങ്ങളുടെ ഹിമാലയൻ ഒക്കെ കിടപ്പുണ്ടായിരുന്നു. അതിന്റെ ഒക്കെ ഹിമാലയൻ എല്ലാം ഇറങ്ങിപ്പോയി. നമുക്ക് പുതിയ സ്റ്റോക്ക് അപ്ഡേറ്റ് ചെയ്യാനുണ്ട്. ഹിമാലയൻ KTM വണ്ടി ഉണ്ടായിരുന്നു. പിന്നെ BM ഉണ്ടായിരുന്നു. നിങ്ങൾ വന്നപ്പോൾ ഞാൻ പറഞ്ഞു CV350 BM ഹിമാലയൻ അങ്ങനെയുള്ള കുറേ വണ്ടികൾ ഇപ്പോൾ സ്റ്റോക്ക് ഔട്ട് ആയി കിടക്കുക. നമുക്ക് ഇവരുടെ പടക്കം പോലെ പോകും. കാരണം അങ്ങോട്ടൊന്ന് കാണിച്ചാൽ അത് ബജാജ്, ഇത് ചേതക്ക്. ഇവിടെ ഈ ബജാജിൽ വരുന്ന കസ്റ്റമേഴ്സ് പുത്തം നോക്കുന്ന കൂട്ടത്തിൽ ഇവിടെയും കൂടെ കയറി വരും. അങ്ങനെ പെട്ടെന്ന് സാധനം ഇറങ്ങിപ്പോയി. ഇപ്പോൾ അങ്ങനെയാണ്. ഒരു ഇതാണ്ട് വണ്ടി ടെസ്റ്റ് ഡ്രൈവും കഴിഞ്ഞിട്ട് കൊണ്ട് വെച്ചിട്ടുണ്ട്. ഒരു 500 ആണേ. അതൊന്ന് വെട്ടത്ത് കണ്ടപ്പോഴത്തേക്ക് എന്നാ ലുക്കല്ലേ. അത് ഏകദേശം ഡീലായെന്ന് തോന്നുന്നു. നിങ്ങളൊന്ന് വിളിച്ച് നോക്ക്. ഡീലായിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് കിട്ടും. അപ്പം നമുക്ക് പരിപാടി ഒന്ന് വൈൻഡപ്പ് ചെയ്താലോ? വൈൻഡപ്പ് ചെയ്തേക്കാം. ഇപ്പോൾ തൽക്കാലം ഇവിടെ ഇത്ര വണ്ടിയല്ലേ ഉള്ളൂ. ബാക്കി അവിടെ ഇരിപ്പുണ്ട്. അത് ഞാൻ അടുത്ത ദിവസം വന്നിട്ട് വേറെ വീഡിയോ നമ്മൾ സ്റ്റോക്ക് പുതിയ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. കാരണം പുതിയ സ്റ്റോക്കുകൾ വണ്ടി കയറിക്കൊണ്ടിരിക്കുക. നേരത്തെ ഇരുന്ന സ്റ്റോക്കുകൾ വണ്ടികളെല്ലാം സോൾഡ് ഔട്ട് ആയി. പുതിയ സ്റ്റോക്ക് അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. വണ്ടികൾ പുതിയ എടുത്തിട്ട് റീപബ്ലിഷ് ചെയ്ത് നമ്മുടെ പെയിന്റിങ് കാര്യങ്ങളൊക്കെ നമ്മൾ നിങ്ങളെ കാണിച്ചില്ലേ, അതെല്ലാം ഫുള്ള് ചെയ്ത് പോളിഷ് വർക്ക് ചെയ്ത് വണ്ടി ഓട്ടോമാറ്റിക്കലി ഇറങ്ങിക്കൊണ്ടിരിക്കുക. ഓക്കെ. ഇവരുടെ മറ്റേ ഷോറൂമിൻ്റെ വീഡിയോസ് കാണണമെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ കിടപ്പുണ്ട്. അത്യാവശ്യം 10,000-50,000 പേര് കണ്ടിട്ടുള്ള ഒരു വീഡിയോ ആണ്. നല്ല എൻക്വയറീസ്, എനിക്ക് തന്നെ നല്ല രീതിയിൽ എൻക്വയറീസ് വരുന്നുണ്ടായിരുന്നു. നല്ല അഭിപ്രായമാണ് ഞാൻ കേട്ടത്. പിന്നെ മോശം അഭിപ്രായങ്ങൾ ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഞാൻ അന്നേരം തന്നെ വിളിച്ച് ക്ലിയർ ചെയ്ത് എല്ലാം സെറ്റാക്കിയിട്ടുണ്ട്. അത് കസ്റ്റമേഴ്സിൻ്റെ അണ്ടർസ്റ്റാൻഡിങ് കുറവുകൊണ്ടാണ് മോശം അഭിപ്രായങ്ങൾ വരുന്നത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ ഇപ്പം ഒരു NS കാണിച്ചു. ആ NS 2 ദിവസത്തിനകം വിറ്റുപോയി ഇവരുടെ കയ്യിൽ നിന്ന്. എന്താണെന്ന് വെച്ചാൽ ഇവർ വലിയ ഇവിടെ മാത്രമല്ല ഇവർക്ക് ഷോറൂം ഉള്ളത്. വേറെ 2-3-4 ഷോറൂമും കൂടെ വലിയ ഷോറൂം 150-ന് മുകളിൽ വണ്ടികളുള്ള ഷോറൂംസ് ഉണ്ട്. അപ്പം അവിടെ നിന്ന് വിറ്റുപോകും. ഈ വിറ്റ് പോകുന്ന വണ്ടികൾ
ആയിരിക്കുകയല്ല ഈ കസ്റ്റമർ കൊണ്ടുവരുന്നത്. അപ്പം നമ്മൾ രണ്ടുകൂടെ ഒരു വില പറയുമല്ലോ, ആ വിലയ്ക്ക് ഉള്ള വണ്ടി വിറ്റ് പോയി കാണും. അത് കഴിഞ്ഞ് വേറെ വണ്ടി ആയിരിക്കും അവർ നോക്കുന്നത്. അപ്പോൾ അവർ വീഡിയോക്കകത്ത് ചോദിക്കുന്ന പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് ആ റേഞ്ച് പറഞ്ഞില്ലേ, പിന്നെ ഈ വണ്ടിക്ക് തന്നെ ഈ വില പറയുന്നത്. അതിന് കിലോമീറ്റർ അതിൻ്റെ ഇതായിട്ടുള്ള വ്യത്യാസങ്ങൾ ഓരോ പ്രൈസിലായിരിക്കും, ഓരോ ഓഫർ ഇട്ടിട്ടായിരിക്കും ഓരോ വണ്ടിക്ക് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. എല്ലാ വണ്ടിക്കും നമ്മൾ ഓഫർ പ്രൊവൈഡ് ചെയ്യത്തില്ല. നമുക്ക് വരുന്ന അങ്ങനെ കുറേ മിസ്അണ്ടർസ്റ്റാൻഡിംഗ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. അതിന്റെ പ്രശ്നം കൊണ്ടാണ്, അല്ലാതെ നമ്മൾ ആ വണ്ടിക്ക് വില കൂട്ടി കസ്റ്റമർ വന്നു കഴിയുമ്പോൾ പിന്നെ റേറ്റ് കൂട്ടി അങ്ങനെ പറഞ്ഞല്ല. ഓഫറും കാര്യങ്ങളൊക്കെ നമ്മൾ ഇടും. ഒരു സേട്ടൻ പീരീഡിലാണ് നമ്മൾ ഇടുന്നത് ഹെൽമെറ്റ് ഓഫർ കാര്യങ്ങളൊക്കെ. ആ സേട്ടൻ പീരീഡ് കഴിയുമ്പോഴത്തേക്ക് നമ്മൾ ഓഫർ മാറ്റും. പിന്നെ അടുത്ത പുതിയ സ്റ്റോക്ക് ഇറങ്ങുമ്പോൾ നമ്മൾ പിന്നെ രണ്ടാമത് ഓഫർ ഇട്ട് വന്നു. അതെ, ഒന്നുമില്ലാലും നമ്മുടെ റോയൽ ബജാജിന്റെ സ്ഥാപനം തന്നെയാണ്. റോയൽ എൻട്രി വരുന്നത് തന്നെയാണ് ഇതെല്ലാം. ഷോറൂം എല്ലാം പ്രീമിയം വരുന്നതും RVT വരുന്നതും എല്ലാം വരുന്നതും. ഓക്കെ, അപ്പം നമുക്ക് ഇത്രയും നേരം എന്നോട് സഹകരിച്ച ബ്രോയ്ക്കും പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. എന്നാലും അപ്പോൾ ഓട്ടോഗ്രാഫർ മല്ലു എന്ന് പറയുന്ന ഈ ഒരു ചാനൽ ഇതുപോലുള്ള ഒരുപാട് വീഡിയോസ് വീണ്ടും വരും. നമ്മുടെ വിശ്വാസ്യതയുള്ളൊരു സ്ഥാപനമാണ്, എനിക്ക് നേരിട്ട് അറിയാവുന്നൊരു സ്ഥാപനമാണ്. അത് തന്നെയല്ല ഇത്രയും വലിയ റോയൽ ബജാജ് എന്ന് പറയുന്നൊരു ബ്രാൻഡിൻ്റെ സ്ഥാപനം കൂടാണ്. നിങ്ങൾക്ക് വന്ന് വണ്ടി എടുക്കാനായിട്ട് ഏറ്റവും നല്ലൊരു ചോയ്സ് തന്നെയാണ്. ഞാൻ അങ്ങനെയുള്ള ചോയ്സസേ കൊണ്ടുവരാറുള്ളൂ. അപ്പം നിങ്ങൾ വിളിച്ചുകൊണ്ടേ ഇരിക്കുക. ഇവരെ ഉള്ള സാധനത്തിൻ്റെ എല്ലാ അപ്ഡേറ്റ് നിങ്ങൾക്ക് പെട്ടെന്ന് തരും. നല്ല കസ്റ്റമർ സർവീസാണ്. സോ താങ്ക് യു സോ മച്ച്. ദിസ് ഈസ് ഓട്ടോഗ്രാഫർ മല്ലു സൈനിങ് ഓഫ്.